ഇന്ന് ഞാനിവിടെ ശരിയാക്കുന്നത് ഇലകൾ അരച്ചിട്ട ഒരു ചിക്കൻ കറി. ഗ്രീൻ കളറായിട്ടിരിക്കും, നല്ല ടേസ്റ്റുമാണ്. ഇത് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് റെഡിയാക്കി ഇത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ചേർക്കാനായിട്ട് കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, കുറച്ച് പച്ചമുളക്, ആവശ്യത്തിനുള്ള ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളി. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രഷ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ഗ്രൈൻഡർ എടുത്തു. അതിലേക്ക് എല്ലാ ഇലയും കുറച്ച് പച്ചമുളകും, ഇത് രണ്ടായിട്ട് നമുക്കിപ്പോൾ ക്രഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ ഇടുന്നത്, കൂടുതൽ അരിഞ്ഞു പോകാതെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഈ രീതിയിലായിരിക്കണം ഇത് ക്രഷ് ചെയ്ത് കിട്ടുന്നത്, കൂടുതൽ അരിഞ്ഞു പോകാതെ, എന്നാൽ നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് ചതച്ചിട്ട് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണിന് 2 സ്പൂണ് അല്ലെങ്കിൽ ഒരു 3 സ്പൂണോളം ഇടാം, ചിക്കൻ്റെ അളവനുസരിച്ച്. കുരുമുളക്, ബ്ലാക്ക് പെപ്പർ പൊടിച്ചത്, അതോടൊപ്പം കുറച്ച് മല്ലിപ്പൊടി അധികം വേണ്ട, ചെറിയ സ്പൂണിന് 2 സ്പൂൺ ഇട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് പച്ച കളറാവുന്നുണ്ട്. കാരണം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാം പച്ച ഇലകൾ അരച്ചതായതുകൊണ്ട് അത് അരഞ്ഞില്ല, ക്രഷ് ചെയ്തെടുത്തു. ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ ശരിയാക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയി. ഇതിലേക്ക് ഞാൻ ചേർക്കാനായിട്ട് ഒരു വലിയ സവാള കട്ട് ചെയ്യുന്നത്, അത് വലിയൊരു പീസാണെങ്കിൽ ഒരെണ്ണം, അതല്ല ചിക്കൻ്റെ അളവിനനുസരിച്ച് എന്തോരം വേണോ അത്രയും നമുക്ക് എടുക്കാം. അതോടൊപ്പം തന്നെ ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്തത്. ഇനി ഇത് ശരിയാക്കാനായി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെക്കാം. പാനൊന്ന് ചൂടാവട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി വരും. അതിലേക്ക് നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ശരിയാക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഉള്ളിയിലേക്ക് ഞാൻ അല്പം ഉപ്പിട്ടു. ഇപ്പോൾ ഉള്ളി ഒരുവിധം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നമ്മൾ വഴലുണ്ടെങ്കിൽ എപ്പോഴും അല്പം തീ കൂട്ടി വയ്ക്കണം. അപ്പോൾ അത് പെട്ടെന്ന് ആ ചൂടിൽ വഴന്ന് കിട്ടും. അപ്പോൾ തക്കാളി ഒരുവിധം വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനാണ്. ഇതിൻ്റെ ഗ്രേവി എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കാതെ നോക്കി വേണം ഇളക്കി കൊടുക്കണം. ഇത് ഒട്ടും അടുക്കി പിടിക്കരുത്. അടുക്കി പിടിച്ചാൽ കറിയുടെ ടേസ്റ്റ് പാടെ മാറും. ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്ന് ആവി വരും.
ഈ ചിക്കൻ്റെ കളറൊന്ന് മാറി വരുമല്ലോ, ഈ റോ കളറൊന്ന് മാറി വരും. ഒരു വൈറ്റിഷ് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കുക്കായി വരുന്നൊരു കളർ വരുമല്ലോ, ആ കളർ ആകുന്ന വരെ നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് ഈ ചിക്കൻ റെഡിയാക്കി എടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഫ്ലെയിം മീഡിയത്തിലും കുറച്ച് താഴ്ത്തി വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. ആ ചെറിയ തീയിലിരുന്ന് ഇത് കുക്കാവുന്ന ഉടനെ ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഇത് നന്നായിട്ട് കുക്കായി കിട്ടും. ഇതിനകത്ത് സെപ്പറേറ്റ് നമ്മൾ വെള്ളം ചേർക്കണ്ട. ഓൾമോസ്റ്റ് വെന്ത് കഴിയുമ്പോൾ ഇതിന് ഗ്രേവി കുറച്ചുകൂടെ വേണമെന്ന് കണ്ടാൽ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചിക്കന് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. ആ ഗ്രേവിയുടെ കളർ നമുക്ക് നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണിത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഏത് സാധനങ്ങളുടെ എന്ത് ഫുഡിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ ഇതിനകത്തിൽ ഈ പച്ചലകൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഈ പച്ചലകൾക്കകത്തൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാടുണ്ടല്ലോ. അത് ഈ ചിക്കനിലൊക്കെ നല്ല ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറാണ് ഇത് കൊടുക്കുക. ഈ ചിക്കൻ സാധാരണ ചിക്കനിൽ നിന്ന് വ്യത്യാസമാണ്. ഈ കറിയും ഈ ചിക്കൻ്റെ കളറും എല്ലാം അതെ അടിപൊളി ടേസ്റ്റാണ് ഈ ചിക്കൻ കറി. ഞാൻ പലപ്പോഴും ഇത് ഇവിടെ ശരിയാക്കിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാം. അപ്പം നിങ്ങൾ കൂടി ഒന്ന് കാണിച്ചു തരാൻ തരുന്നത്. പക്ഷേ നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കുറച്ച് ഗരം മസാല, അത് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഇട്ടു. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒട്ടും തന്നെ അടിക്ക് പിടിച്ചിട്ടില്ല. നമ്മളൊരു മീഡിയം തീയിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അടിക്കൊന്നും ഇത് പിടിച്ചിട്ടില്ല. ഇനി ഈ മസാലകളും കൂടെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവിയും അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചിക്കൻ വെന്തു. ആവശ്യത്തിനുള്ള ഗ്രേവിയുണ്ട്. ഞാനിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചില്ല. എനിക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട്. ഇത്രയും ഗ്രേവിയുടെ ആവശ്യമേ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിൽ ചേർത്താൽ മതി. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള വേവുമായി, ആവശ്യത്തിനുള്ള ഗ്രേവിയായി. ആ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ ഇരുന്നിട്ടാണ് ഇത് ഇത്രയും വെന്ത് കിട്ടിയത്. അപ്പോൾ നിങ്ങളിങ്ങനെയൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെയൊന്ന് കുക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അത്ര രുചികരമായ ഒരു ചിക്കൻ കറിയാണിത്. ചിക്കൻ പച്ചിലക്കറി കഴിക്കാൻ തോന്നില്ലേ കണ്ടിട്ട്? വെള്ളം ചേർക്കാതെ കുക്ക് ചെയ്തിട്ട് തന്നെ ഇതിനാവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ മാത്രം കുറച്ച് തിളച്ച വെള്ളം ഇതിനൊഴിച്ച് കൊടുത്താൽ മതി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാം നന്നായിട്ട് ഇത് കഴിച്ചോളും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. നിങ്ങൾക്കിത് കുക്ക് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയണേ. ഈ ചിക്കൻ കറിയുടെ കൂടെ ഇന്ന് ശരിയാക്കുന്നത് ചപ്പാത്തിയാണ്. നല്ല ചൂട് ചപ്പാത്തി, നല്ല ഗ്രേവി, അടിപൊളി ചപ്പാത്തിയും. ഇതാണ് പച്ചിലകൾ കൊണ്ട് ശരിയാക്കിയ ചിക്കൻ കറി.
വളരെ ഡിലീഷ്യസാണ്. നിങ്ങളിത് ശരിയാക്കി നോക്കണം. നിങ്ങളിത് കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്ന് ശരിയാക്കി നോക്കി നിങ്ങൾ കഴിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയൂ.